കണ്ണൂരിലെ ADM കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച അപ്പീൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. CBI അന്വേഷണം വേണ്ട എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനം നവീൻ ബാബുവിൻ്റെ ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതി ചോദ്യം ചെയ്തു. ഡിവിഷൻ ബെഞ്ചിലാണ് ഈ അപ്പീൽ വരുന്നത്. തനീഷ് തമ്പി കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരും. തനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ തനീഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ADM ആയിരുന്ന കെ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം അടക്കം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിക്കും. നേരത്തെ CBI അന്വേഷണം വേണമെന്ന കെ മഞ്ജുഷയുടെ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ആണ് ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയിലേക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനുമാണ്. ഇതിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള വിലയിരുത്തലുകൾ അതിലൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളിൽ തന്നെ പൊരുത്തക്കേടുകളുണ്ട്. അതൊന്നും സിംഗിൾ ബെഞ്ച് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയാണ് എന്നുള്ള ഒരു നിലപാടിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. ഇതിന് കാരണമായി ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഈ തൂങ്ങുന്നതിന് മുൻപ് കുറേ അധികം സമയം നിലത്ത് കിടന്നതിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാസപരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറും PP ദിവ്യയും തമ്മിൽ, അതായത് പ്രതിയായ PP ദിവ്യയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വാദമുഖങ്ങളാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. PP ദിവ്യ ഭരണപക്ഷത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ വളരെ വേഗത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ കേസ് PP ദിവ്യയ്ക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് കുടുംബം വാദിക്കുന്നത്. എന്തായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നു. എന്ത് തീരുമാനമാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ നിർണായകം. SKN. ഓക്കെ, താങ്ക് യു.